ബാക്കി വരുന്ന പുട്ട് കൊണ്ട് നമുക്കൊരു അടിപൊളി ഐറ്റം തയ്യാറാക്കാം. പുട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കടുക്, ഉഴുന്ന് എന്നിവ ചേർത്ത് പൊട്ടിച്ചതിന് ശേഷം സവോള, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർക്കാം. സവോള ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി മുറിച്ചതും ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തക്കാളിയും സവോളയും ഒന്ന് വെന്ത് വരാനായിട്ട് നമുക്ക് ഒരു മൂടി കൊണ്ട് ക്ലോസ് ചെയ്ത് വേവിച്ചെടുക്കാം. താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ മുട്ട ചേർക്കുന്നില്ല. പൊടിച്ചു വച്ചിരിക്കുന്ന പുട്ട് ചേർക്കാം. പുട്ട് കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം. അധികം വേണ്ട, ചെറുതായിട്ട് വെള്ളം തളിച്ചു കൊടുത്താൽ മതി. സവോള അധികം അങ്ങ് ഫ്രൈ ആയിട്ട് പോകണ്ട, ചെറുതായിട്ടൊന്ന് കടിക്കുന്നത് നല്ലൊരു ടേസ്റ്റ് തരും. സവോളയും തക്കാളിയും ചേർത്തിട്ടുള്ള ഈ ഒരു മസാല കൂട്ട് പുട്ടിൻ്റെ ഒപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചൂടോടുകൂടി തന്നെ നല്ല ചൂട് ചായയുടെ ഒപ്പം സെർവ് ചെയ്യാവുന്നതാണ്.